സർവമംഗള സ്വരൂപിണിയായി ഇന്ന് അറയ്ക്കൽ ഭഗവതിയെ കുടികൊള്ളുന്ന ദേവിയെ കളരിക്കൽ എന്ന ഒരു കുടുംബത്തിൻ്റെ അറയ്ക്കുള്ളിൽ വെച്ച് പൂജിച്ച് ആചരിച്ചു വന്നിരുന്നതാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ ദേവിയെ ഇന്ന് അറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി പൂജകൾ കഴിച്ചു വരികയാണ്. ഏറ്റവും അതിപ്രധാനമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ നെയ്വൽക്ക സമർപ്പണവും മഹാഗുരുതി പൂജയും. ഉത്സവ ദിവസങ്ങളിൽ അതിപ്രധാനമായി ജനങ്ങൾ നടത്തിവരുന്ന ഒരു അതിവിശിഷ്ടമായ വഴിപാടാണ് ആൾത്തടി വഴിപാടെന്ന് പറയപ്പെടുന്നത്. ഭക്തജനങ്ങളുടെ മരണഭയങ്ങളിൽ നിന്നും ദുഃഖ ദുരിത നിവൃത്തിക്കുമായി ഉത്സവ ദിവസങ്ങളിൽ മാത്രം നടത്തപ്പെടുന്ന അതിവിശിഷ്ടമായ ഒരു വഴിപാടാണ് ആൾത്തടി വഴിപാട്. കുമരകം എം.എൻ. ഗോപാലൻ തന്ത്രിയാണ് ക്ഷേത്രം തന്ത്രി. ജനങ്ങളുടെ സർവ്വവിധത്തിലുള്ള ദുഃഖനിവാരണത്തിനും സർവ്വ ഐശ്വര്യത്തിനുമായി ഇന്ന് ഈ നാടിൻ്റെ സർവ്വരക്ഷയ്ക്കായി കുടികൊള്ളുന്ന അറയ്ക്കലമ്മയുടെ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിയും ഇന്ന് ഉന്നതമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിപ്രശസ്തമായ ക്ഷേത്രമായി ഇന്ന് തീരുവാനുള്ള കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശ്രീധരൻ വൈദ്യർ എന്ന് പറയുന്ന വളരെ ശക്തിയാർജിച്ച ഒരു മന്ത്രവാദിയുടെ പൂജ അനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് ഇന്ന് ദേവിക്ക് പൂർണ്ണമായ ഒരു ചൈതന്യമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലെ തിരുവുത്സവം നടക്കാൻ പോവുകയാണ്. ഈ തിരുവുത്സവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മേടം 1 വിഷുവിനോടനുബന്ധിച്ച് കൊടിയേറ്റും 10-ാം ഉദയം, അതിനുശേഷം 11-ാം ഉദയത്തിനാണ് നമ്മുടെ ഉത്സവം അവസാനിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ 10-ാം ഉദയം 1 മുതൽ 10 വരെയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ 1 മുതൽ 11 വരെയാണ് 10-ാം ഉദയ മഹോത്സവം ആഘോഷിക്കപ്പെടുന്നത്. അത് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് അത് തന്നെ ഈ ക്ഷേത്ര ഭരണസമിതി തുടർന്നു പോകുന്നു. ഇതം ഭാഗവതം പുരാണം ബ്രഹ്മസംഹിതമെന്നാണ് ജ്ഞാനയജ്ഞമാണ്. അറയ്ക്കൽ ഭഗവതിയുടെ തിരുമുമ്പിൽ സജ്ജനങ്ങൾക്ക് ഭാഗവതം കേൾക്കുവാനും ഭാഗവതത്തെക്കുറിച്ച് പഠിക്കുവാനുമായിട്ട് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. നാളെ തീരുന്ന സപ്താഹയജ്ഞത്തിൻ്റെ അധ്യാനത്തിൽ എല്ലാവരുടെയും ആത്മാവിനെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ വേണ്ടിയുള്ള നിമിത്തമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം എല്ലാ നന്മകളും നേരുന്നു. അറയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം ചങ്ങനാശ്ശേരി ടൗണിനോട് 3 കിലോമീറ്റർ മാത്രം ചുറ്റളവിൽ കിടക്കുന്ന ഈ ഭഗവതി ക്ഷേത്രം പഴയ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആയിരുന്നു. ആ കുടുംബം ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്ന ഈ ക്ഷേത്രം അവരുടെ അധീനതയിൽ ഉത്സവ കാര്യങ്ങളും മറ്റും നടത്തിയിരുന്നത്
കളരിക്കൽ കുടുംബം എന്ന ഭവനത്തിൽ വാളും ശൂലവും ആ അറയ്ക്കൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വന്നതായിരുന്നു ഇവിടുത്തെ ഉത്സവം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണ കുടുംബം നശിച്ചപ്പോൾ ഇവിടുത്തെ ഈഴവ സമുദായം ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും ഇപ്പോൾ അത് നിലനിർത്തുകയും ചെയ്യുകയാണ്. ശ്മശാനം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിപ്പം ഏറിയത്. ഈ തിങ്ങിപ്പാർക്കുന്ന വീടുകളിൽ ഓരോ വീടുകളിലെയും നടുക്ക് വെച്ചുകൊണ്ട് ഈ ശവസംസ്കാരം നടത്തിക്കൊണ്ടിരുന്ന ഈ സാഹചര്യത്തിൽ മറ്റുള്ള 2-3 സെന്റ് വീതം താമസിച്ചുകൊണ്ടിരുന്ന ആ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വരുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ശ്മശാനത്തിൽ ഇവിടെ ഒരു വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ എല്ലാവരെയും അവിടെ തന്നെ സംസ്കരിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിനെ കൈകൊണ്ടും ഏറെക്കുറെ അതൊരു ഭംഗിയായി കിട്ടണം എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ പണികൾ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അത് ചെയ്ത് ഒരേ സമയത്ത് 2 ചിതകൾ കത്തിക്കാവുന്ന സ്റ്റാൻഡുകൾ പണിയുകയും ഒരു 300 പേർക്ക് വന്നിരുന്ന് അതിൻ്റെ ചടങ്ങുകൾ വെയിലാണേലും മഴയാണേലും ഇരിക്കാനൊരു ഷെഡുകൾ പണിയുകയും കിണറുകൾ കുത്തുകയും കാര്യങ്ങളൊരു വലിയൊരു വഴി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ എല്ലാവരെയും അവിടെ തന്നെ षड्वक्त्रकृत्तिकापुत्र षट्चक्रस्थकृपानिधे उत्तिष्ठाभीष्टवरद कर्तव्यं लोकरक्षणम् उत्तिष्ठोत्तिष्ठ गाङ्गेय उत्तिष्ठ श्रुतिसंस्थुत उत्तिष्ठ सर्वदेवेश त्रैलोक्य. ഇനിയും ഇലക്ട്രിക്കും മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നല്ല രീതിയിൽ വന്നിട്ട് 500 പേര് വന്നാലും അവിടെ സംസ്കാരത്തിന് തങ്ങി നിൽക്കാനുള്ള ഒരു ഷെഡാക്കി പണിയുകയും അതോടൊപ്പം തന്നെ ടൈല് പാകി വഴി രാജവീതി പോലെയാക്കണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. സൂര്യനം ജപതത്തെ ബ്രഹ്മാപേകരം മുനി ധൃതരാസനാഗം ശ്വസിച്ചിരുന്ന കമ്പനൻ ഇവൻ യോഗം ഊർജമാസത്തിൽ സൂര്യൻ വിഷ്ണുവാകുന്നു. പിന്നെ വിശ്വാമിത്ര മുനിയും കവികൾ അശ്വത്ഥനാകും സത്യജിത്താകും വെച്ച് സൂര്യവ്യത്തിന്റെ രക്ഷസാമേതറി ഈശ്വരനായ സൂര്യൻ ഇങ്ങനെയല്ലോ. സൗകര്യം ഇല്ലാതിരുന്ന ഒരു പ്രദേശമായിരുന്നു. വള്ളത്തിൽ കയറി അക്കരെ കടന്ന് ടൗണിനോടും ഗ്രാമപ്രദേശത്തോടും മുട്ടാനായിട്ട് ഒരു വള്ളം മാത്രം ഉണ്ടായത്. ആ വള്ളത്തിൽ കയറിയാണ് ഞങ്ങൾ അക്കരെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ചങ്ങനാശ്ശേരി SNDP യൂണിയൻ്റെ പ്രസിഡന്റ് പദവിയിൽ ഏതാണ്ട് 25 വർഷക്കാലത്തോളം ഇരുന്ന KV ശശികുമാർ ക്ഷേത്രത്തിന് വേണ്ടി ഒരു ഗുരുമന്ദിരം പണിതു തരികയും ആ പണിയാൻ വേണ്ടി അദ്ദേഹം തന്നെ കടങ്ങറായിൽ നിന്നും 2 കേഡർ കൊണ്ടുവന്ന് വാഹനം കയറി ഇറങ്ങുവാനുള്ള സൗകര്യം ഉണ്ടാക്കി. അങ്ങനെ ഗുരുദേവന്റെ വിഗ്രഹവും വഹിച്ചുകൊണ്ടാണ് ആ പാലത്തിൽ കൂടി കയറി പാൽ പ്രദേശത്തെത്തിയത്. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറയുന്ന PP ജോസും KV ശശികുമാറുമായി സംസാരിച്ച് അദ്ദേഹം ഈ പറാൽക്കരയിലേക്കുള്ള റോഡ് ശരിയാക്കി തന്നുകൊള്ളാം എന്നുള്ള വാക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം തന്നെ അതിന് മുൻകൈയെടുത്ത് പറാൽ പ്രദേശം ടാറിങ് ചെയ്യുവാനുള്ള സംവിധാനം ചെയ്തു തന്നു എന്നുള്ള ഒരു സന്തോഷം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. അങ്ങനെയാണ് ഈ വാഹന സൗകര്യം ഇവിടെ വരികയും ചങ്ങനാശ്ശേരിക്കാർക്ക് ടൗണുമായി ബന്ധപ്പെടുവാനുള്ള സൗകര്യം വളരെ വലുതാക്കി തന്നതും അദ്ദേഹം തന്നെയാണ് എന്നുള്ളത്. പറാൽ അറയ്ക്കൽ ദേവീ ക്ഷേത്രത്തിലേക്കുള്ള വഴി ചങ്ങനാശ്ശേരിയിൽ നിന്ന് 3 കിലോമീറ്ററാണ്. ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് നമ്മുടെ മാർക്കറ്റ് വഴി നേരെ റൈറ്റ് തിരിഞ്ഞ് കൊമരങ്കേരി കാവാലം പോകുന്ന റോഡിലൂടെ വന്നാൽ പറാൽ ഗ്രാമത്തിൽ എത്തിച്ചേരാം. ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്ന് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും.